സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് രാധിക ദേവനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. എന്നിട്ട് രാധിക തൻ്റെ ശക്തമായ ഒരു തീരുമാനവും കൂടി ദേവൻ അറിയിക്കണേ. അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു കാരണവശാലും മുത്തശ്ശീനെയും പ്രിയങ്കേനെയും ഇനി കണിമംഗലത്തേക്ക് വിടാനേ പാടില്ല. അവരിനി കണിമംഗലത്തേക്ക് വന്നാലുണ്ടല്ലോ രണ്ടുപേരെ അവിടെ നടിച്ചിറക്കാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. അത്രയ്ക്ക് മടുത്ത് വെച്ചാൽ എനിക്ക് അവർ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചെങ്ങാനും വരുവാണെങ്കിൽ അച്ഛൻ ഇക്കാര്യം ഒന്ന് അവരോട് പറയണം. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം രാധികയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് സങ്കടത്തിൽ ദേവൻ ഇരിക്കുവാണ്. ഈ സമയം യശോദ കാര്യം എന്താണെന്ന് ചോദിക്കുക. അന്നേരം അമ്മയും മകളും കൂടി കാണിച്ചു കൂട്ടി വെച്ച കാര്യങ്ങളെല്ലാം ദേവൻ യശോദയോട് പറയുവാണ്. അതൊക്കെ കേട്ടിട്ട് യശോദ പറയണേ, എൻ്റെ ദൈവമേ, ഈ അമ്മ ഇത് എന്ത് ഭാവിച്ചാ, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? അന്നേരം ദേവൻ പറയണേ, പാവൻ രാധിക മോള് അവളാകെ തകർന്നിരിക്കുക, അവൾക്കിനി സഹിക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്? എന്നാണെങ്കിലും അമ്മയും പ്രിയങ്കയും ഇങ്ങോട്ട് വരുവാന്ന് നോക്കാം. വരുവാണെങ്കിൽ ഇനി അവരുടെ അടുത്തുനിന്ന് ഇതുപോലൊരു പ്രവൃത്തി ഉണ്ടാക്കാൻ സമ്മതിക്കാൻ പാടില്ല യശോദേ. എങ്ങനെ അവരെ തടഞ്ഞു നിർത്തിയേ പറ്റുള്ളൂ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും കുട്ടിയും മുത്തശ്ശി ആറ്റുവാശ്ശേരിയിലെത്തുന്നതാണ് കേട്ടോ. അന്നേരം അവരങ്ങോട്ടേക്ക് കയറി വരുന്നത് കാണുന്നതും ദേവനും യശോദയും ദേഷ്യത്തിൽ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്. ഈ സമയം വലിയ മൈൻഡൊന്നും കൊടുക്കാതെ പ്രിയങ്കയും കുട്ടിയും മുത്തശ്ശി റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ദേവൻ മുത്തശ്ശിയോട് നിൽക്കാൻ പറയുവാണ്. എന്നിട്ട് മുത്തശ്ശീനെ ചോദ്യം ചെയ്യുക. ഈ സമയം യശോദ ചോദിക്കണേ, ആ കുടുംബത്തിന് ഇവളെ വേണ്ട, വരണ്ണു വേണ്ട, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനും ദേവേട്ടനുമൊക്കെ ആ കാര്യം ഉൾക്കൊണ്ടല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, നീയൊക്കെ എന്താ ഉൾക്കൊണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ പുന്നാര മോളുണ്ടല്ലോ ഒരു രാധിക, അവൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മോളെ അങ്ങ് മറന്നു. അവളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും നിങ്ങൾ മുൻപിലൊക്കെ എടുത്തില്ല. എന്നാൽ എനിക്കങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചുമോള് കഴിഞ്ഞിട്ട് ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അവളെ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റും. പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല. അവൾ ആഗ്രഹിച്ച അവൾക്ക് അർഹിക്കുന്ന ജീവിതം ഞാൻ നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. അതിനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, നീ വാടി. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും കുട്ടിയും മുത്തശ്ശകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം ദേവൻ പറയണേ, അമ്മയെ തിരുത്താൻ നമുക്ക് ഒരിക്കലും ആവില്ലടോ. പക്ഷേ ഇനിയൊരു കാരണവശാലും അമ്മ പ്രിയങ്കേനെയും കൂട്ടി കണിമംഗലത്തേക്ക് പോകാൻ പാടില്ല. അതിന് അമ്മയും പ്രിയങ്കയും പൂട്ടിയിട്ടിട്ടാണെങ്കിലും അതാണെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ പറഞ്ഞ പ്രിയങ്കയുടെ മുത്തശ്ശിയുടെ റൂം പുറത്തുനിന്ന് പൂട്ടുവാണ് കേട്ടോ ദേവൻ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം വീടാണ്. അവിടെ പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയൊക്കെ വരുണിൻ്റെ അധികം പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അറിയുവാൻ കേട്ടോ. അതെല്ലാം പറഞ്ഞിട്ട് പരമേശ്വരൻ പറയണേണ്, ഇന്നിപ്പോൾ വരുണിൻ്റെ നേരെ കയ്യേറ്റം ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. അതുപോലെ ഇനി നാളെ നമ്മളാർക്ക് നേരെ വേണമെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകാം. പക്ഷേ എന്തുണ്ടെങ്കിലും നമ്മളതിനെ ശക്തമായി നേരിട്ടേ പറ്റുള്ളൂ. ഈ സമയം രാധിക അച്ഛനോട് സങ്കടത്തോട് പറയുന്നുണ്ട്, ഞാൻ കാരണം വെച്ചാൽ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് കാരണം നിങ്ങളുടെ കുടുംബം ഇങ്ങനെ നാണം കെടേണ്ടി വരുന്നത്, എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്, എന്തിന് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് രാധിക സങ്കടപ്പെടുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് പരമേശ്വരൻ രാധിക ചേർത്ത് പിടിക്കണേ. അതിന് മോളെന്ത് പിഴിച്ചു? ദുഷ്ട മനസ്സുള്ളവർ കുടുംബം തകർക്കാനായിട്ട് പലതും ചെയ്യും. അതോർത്ത് മോള് വിഷമിക്കേണ്ട കാര്യമില്ല. മോളെ ഞങ്ങൾക്ക് എല്ലാവരും അറിയാം. ഞങ്ങളാരും ഒരിക്കലും മോളെ കുറ്റപ്പെടുത്തില്ല. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ്ടോ പരമേശ്വരൻ. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്